അരാഷ്ട്രീയവാദി, രാഷ്ട്രീയത്തെ പറ്റി ഒരു ചുക്കും അറിയാത്തവൻ. ഈ സിനിമ അഭിനയിച്ച് തന്നവരൊക്കെ ആ പണിക്ക് തന്നെ പോയ പോലെ ഇതിന് വരാൻ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ എന്തായിരിക്കും അവസ്ഥ? സംഗതി, ഞാനൊരു വിജയ് ഫാനൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏക ഫാൻ ഷോ വിജയ് സിനിമയാണ്. അത് 2016 റിലീസായ തെറി എന്ന് പറയുന്ന മൂവിയാണ്. അതിനുശേഷം ഇറങ്ങിയ വിജയ് സിനിമകളിൽ എല്ലാം ഒരേ ടിപ്പിക്കൽ സ്റ്റീരിയോ ടൈപ്പ് നായക കഥാപാത്രങ്ങളായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒക്കെ രക്ഷകന്വേഷങ്ങളായിരുന്നു. അതോടെ തന്നെ സർക്കാരിന് ശേഷം ഒരു വിജയ് മൂവി ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടുമില്ല. അവസാനം ഇറങ്ങിയ സിനിമകളൊന്നും സഹിക്കാൻ പറ്റില്ല. OTT പോലും സഹിക്കാൻ പറ്റാത്ത സിനിമകളാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ സർക്കാരോട് കൂടി ഞാൻ വിജയ് സിനിമയ്ക്ക് തിയേറ്ററിൽ പോണ പരിപാടി നിർത്തിയിരുന്നു. അപ്പോൾ വിജയ് എന്തുകൊണ്ട് അത്തരം സിനിമകൾ ചെയ്തു എന്നുള്ളതിനുള്ള കൃത്യമായ ഉത്തരം ഇപ്പം കിട്ടും. അത് കുറച്ചു കാലമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി. അതായത് രാഷ്ട്രീയ പ്രവേശനം, രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടി ഒരു ബേസ് ഉണ്ടാക്കിയെടുക്കുക. അതായത് ഒരു ഹീറോ ഇങ്ങനെയൊക്കെ ഈ നാടിന് വേണ്ടി ചെയ്യും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. മെർസലിലാണെങ്കിൽ എന്തിനെ രക്ഷപ്പെടുത്തി? നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തെ, ആരോഗ്യരംഗത്തെ രക്ഷപ്പെടുത്തി. അപ്പോൾ രക്ഷിച്ച് ഈ ലോകത്തെ മൊത്തം രക്ഷിക്കുക എന്നുള്ള പേടി എനിക്ക് സർക്കാർ കഴിഞ്ഞപ്പോൾ തന്നെ തോന്നിയുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഞാനൊരു സിനിമയ്ക്കും പോയിട്ടുണ്ടായിരുന്നില്ല. ബിഗിലിന് പോയ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഏത് കൈദി അവിടെ നിൽക്കുമ്പോൾ ബിഗിലിന് പോയതിൽ പിന്നീട് ദുഃഖിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവിടെയും ഞാൻ വ്യത്യസ്തനായി. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ എന്താ ജനങ്ങൾ പ്രതീക്ഷിക്കുക? ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് വ്യത്യാസമാണ്. തമിഴ്നാട്ടിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചതും വ്യത്യാസമായിരിക്കും. അല്ലാതെ സ്ഥിരം രാഷ്ട്രീയക്കാർ ചെയ്യുന്ന പരിപാടി തന്നെ ചെയ്യാനാണെങ്കിൽ വിജയ്ക്ക് വോട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയം അത്രയും സ്ട്രോങ് ആയി നിൽക്കുന്ന ഒരു നാട്ടിൽ 2 ദ്രാവിഡ മുന്നണികൾ ഉള്ള സമയത്ത് ഇങ്ങനെ ഒരു പാർട്ടിക്ക് പിന്തുണയ്ക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ആ ജനങ്ങൾ വോട്ട് ചെയ്തത് എന്തിനു തന്നെ ആയിരിക്കണം? തീർച്ചയായും മാറ്റത്തിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അവിടെ വിജയ് മുഖ്യമന്ത്രി ആയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചൊരു കാര്യമാണ് ഇത്തരം മാറ്റങ്ങൾ. നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്. അതിലേക്ക് അത്തരം തീരുമാനങ്ങൾ പലതെടുത്തു. ഇപ്പം നമ്മുടെ ഈ അടുത്ത് ഒരു പ്രസവാശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്യാൻ വിജയ് നേരിട്ട് ചെന്നതൊക്കെ സിനിമ സ്റ്റൈൽ പരിപാടിയാണ്. നമുക്ക് എന്താ പറയുക, കുറച്ചുകൂടി ഫാൻ ഫോളോയിങ് ഉണ്ടാവുക, രാഷ്ട്രീയത്തിലും എനിക്ക് ഇതൊക്കെ കാണിക്കാൻ കഴിയുമെന്നുള്ള രീതിയിലുള്ള കാണിക്കലുകളാണ് അതിൻ്റെ പിന്നിലെ മെയിൻ. എങ്കിലും അതിലൂടെ ജനങ്ങൾക്കൊരു റിലീഫ് കിട്ടുമെങ്കിൽ, ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. മൂപ്പൻ്റെ ഇമേജ് വളർത്തിക്കോട്ടെ, ആർക്കപ്പം നഷ്ടം? എല്ലാവർക്കും നല്ല തന്നെയാണ്. ജനങ്ങൾക്ക് നല്ലത് കിട്ടുമെങ്കിൽ ഇമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഷോകൾ മൂപ്പര് കാണിക്കുകയാണെങ്കിൽ നല്ല കാര്യം തന്നെയാണ്. അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഇടയിൽ വിജയ് എടുത്തു. കേരള മുഖ്യമന്ത്രിയും ഇപ്പോൾ വനിതകൾക്കുള്ള സൗജന്യ യാത്ര പോലുള്ള ചില നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 2 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെടുത്ത നല്ല തീരുമാനങ്ങളിൽ ഏറ്റവും മികച്ച തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതാണ് വിദ്യാലയങ്ങളിലെ രാഷ്ട്രീയം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം. എന്തുകൊണ്ട് ഇത് മികച്ചതാവുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് സിമ്പിളായിട്ടൊരു ഉത്തരം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് ഈ സ്കൂളുകളിൽ രാഷ്ട്രീയം? തെറ്റില്ല, കോളേജുകളിലാണെങ്കിൽ. കാരണം കോളേജുകളിൽ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു ആവറേജ് ഏജ്, അതായത് ശരാശരി പ്രായം എന്ന് പറഞ്ഞാൽ 17 വയസ്സാണ്. 18 വയസ്സ് മുതൽ അവരെന്ത് ചെയ്യാൻ പോകും? വോട്ട് ചെയ്യാൻ പോകും. അപ്പോൾ പിന്നെ കോളേജുകളിൽ ഒരു രാഷ്ട്രീയം, അതും ഇന്നത്തെ പോലെ ഒന്നും നടക്കണം എന്നല്ല, എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നല്ലതാണ്. സ്കൂളുകളിലും തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല തന്നെയാണ്. പക്ഷെ അത് വ്യക്തിഗതമായിരിക്കണം, പാർട്ടി ബേസ് ചെയ്തിട്ട് ആവരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. പാർട്ടി ബേസ് ചെയ്തിട്ട് സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഇപ്പം എന്താ കാര്യം? ഒരു കാര്യമില്ല, വെറുതെ. പകരം ഒരു വ്യക്തി കേന്ദ്രീകൃതമായിട്ട് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. ഇപ്പം ഞാൻ പഠിച്ച 6ാം ക്ലാസ് തൊട്ട് പഠിച്ച സ്കൂളിലും അതിനുശേഷം പഠിച്ച കോളേജിലും ഒന്നും രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയമില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമുണ്ടായില്ല. എൻ്റെ രാഷ്ട്രീയ ബോധങ്ങൾക്കോ എൻ്റെ തീരുമാനങ്ങൾക്കോ അവിടെ രാഷ്ട്രീയം ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു നെഗറ്റീവായി വന്നതായി ഞാൻ കരുതുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ബോധം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളുടെ പൾസ് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവ്, ഞാൻ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടിന് മുമ്പ് ഒരു പ്രഡിക്ഷൻ നടത്തിയിരുന്നു റിസൾട്ടിനെ പറ്റിയിട്ട്. അത് കണ്ടവർക്കറിയാം. ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാനുള്ള ബോധം, വിവരമൊക്കെ എനിക്കിപ്പോഴും ഉണ്ട്. അതിനിപ്പോൾ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ചു നടക്കേണ്ട ആവശ്യം ഇല്ല. ഇനി വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നതോ അതും കോമഡിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇപ്പം നമ്മുടെ നാട്ടിലെ പല സംഘടനകളുടെയും പ്രസിഡന്റുമാർക്ക് 30 വയസ്സൊക്കെ ഉണ്ടാവും ചുരുങ്ങിയത്, അല്ലേ? വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷന്റെ പ്രായം പ്രൈവറ്റ് ബസ്സുകളിലെയും KSRTC ബസ്സുകളിലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കൺസെഷന്റെ പ്രായം 27 ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പാണ് ഉയർത്തിയത്. അപ്പോൾ ഇപ്പോൾ വിദ്യാർത്ഥി എന്ന കണക്കിൽ ബസ്സുകളിൽ പരിഗണിക്കപ്പെടുന്നതിൻ്റെ മാക്സിമം ഏജ് 27. ആ സാഹചര്യത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കൊക്കെ 30 വയസ്സ്. എന്നിട്ടോ അവരുടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവരുടെ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക, അല്ലെ? ജയിക്കാത്തവർ BCom ജയിക്കാത്തവർ MComന് പോവുക. ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു. കോളേജുകളിലെയും സ്കൂളുകളിലെയൊക്കെ പ്രിൻസിപ്പൽമാർ ഇവരെ പേടിച്ച് ആണ് ജീവിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെ? ഇവരൊരു സമരം ചെയ്യുമോ എന്നുള്ള പേടിയോ, അല്ലെങ്കിൽ ഇവര് അക്രമാസക്തമാവുമോ എന്നുള്ള പേടിയോ ഒക്കെ
കോളേജിലെ അധ്യാപകർക്കുണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽമാർക്കുണ്ട്. അവരെ പേടിച്ചിട്ട് കഴിയേണ്ട ഒരു ആവശ്യം എന്താ അതിൻ്റെയൊക്കെ ഒരു ആവശ്യം? ഞാൻ പറഞ്ഞു, ഞാൻ തൊന്നുമില്ലാത്തൊരു സ്കൂളിലാണ് പഠിച്ച്, അതേപോലെ ഒരു കോളേജിലാണ് പഠിച്ച്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പിന്നെ എന്തിനാണ് ഈ കലാലയങ്ങളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം? വെറുതെയാണ്. ജനാധിപത്യ ബോധം വളർത്താനൊന്നും പറഞ്ഞുകൊണ്ട് വരരുത് കേട്ടോ. കാരണം രാഷ്ട്രീയത്തിൽ, കേരളത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രമുഖമായി നിൽക്കുന്ന പല സംഘടനകളും പല കോളേജുകളിലും ഏകാധിപത്യമാണ്. അവിടെ ജനാധിപത്യമൊന്നുമില്ല. മറ്റൊരു സംഘടന പ്രവർത്തിക്കാൻ വന്ന അവരെ തല്ലിയും ചവിട്ടിയും ഒക്കെ എന്ത് ചെയ്യുക, ആ ശ്രമത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നതാണ് ഇവരുടെ ജനാധിപത്യം. അതിനെ ജനാധിപത്യം എന്ന് വിളിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് ഏകാധിപത്യമാണ്. അപ്പൊ പിന്നെ ജനാധിപത്യം വളർത്താനാണെന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അപ്പൊ കുട്ടികളിൽ ജനാധിപത്യ ബോധം ഉണ്ടാക്കണമെങ്കിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്നുള്ളത് വെറും തെറ്റാറില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ഇപ്പൊ കാണുന്നൊരു മെച്ചം, ഇപ്പോ കേരളത്തിലെ ഭൂരിഭാഗം കലാലയങ്ങളിലും ഭരിക്കുന്ന വിദ്യാർത്ഥി സംഘടന SFI ആണ്. പക്ഷെ അവർക്ക് സ്കൂളുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ കോളേജുകളിൽ കിട്ടുന്ന പിന്തുണ LDFന് ഇലക്ഷനിൽ കിട്ടുന്നില്ല. അത് നമ്മൾക്ക് വ്യക്തമായൊരു കാര്യമാണ്. കാരണം ഇപ്പോഴും സ്കൂളുകളിൽ കൂടുതലും ഭരിക്കുന്ന SFI ആയിരിക്കും. പക്ഷെ LDFന് 35 സീറ്റേ കിട്ടിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ചെറിയ വിദ്യാർത്ഥികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പോൾ ശരിതെറ്റുകൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടാവും. ഏത് SFIയിൽ പ്രവർത്തിച്ച ഒരാൾക്ക് മനസ്സിലാവും ഇതല്ല ശരി, അതാണ് ശരി. KSUവിൽ പ്രവർത്തിച്ചവന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇതാണ് ശരി. ഇങ്ങനെ ഒരു തിരിച്ചറിവ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ലാതെ വേറൊരു മെച്ചവുമില്ല. കുട്ടികളിൽ ജനാധിപത്യ ബോധം വളരുന്നുണ്ട്. അത് ശരിതെറ്റുകൾ തിരിച്ചറിയുന്ന ഒരു വിഭാഗത്തിൽ മാത്രമാണ്. പക്ഷെ അതിന് എന്തിൻ്റെ ആവശ്യമില്ല? കലാലയ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ വിജയ് എടുത്ത തീരുമാനം വളരെ ഗംഭീരമായൊരു തീരുമാനമാണ്. ആ രാഷ്ട്രീയക്കാരൊന്നും സ്കൂളുകളുടെ പരിസരത്തേക്ക് അടുപ്പിക്കരുത്. അല്ലെങ്കിലേ കുറഞ്ഞ അധ്യയന ദിവസങ്ങളെ നമുക്ക് സ്കൂളുകളിൽ കിട്ടുന്നുള്ളൂ, കോളേജുകളിലും കിട്ടുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ കുറച്ച് രാഷ്ട്രീയം പണിമുടക്കും കൂടി നടന്ന് വെറുതെ ഉള്ള സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ പഠിച്ചവർക്ക് ഇവിടെ ഒരു പണിയില്ല. ഞാൻ കണ്ടില്ല ഇപ്പോൾ ക്യാമറ മുന്നിൽ വന്നിക്കണ്. എനിക്കിഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്ന വ്യക്തിയേ അല്ല. ഞാൻ ആ കാര്യത്തിൽ മുമ്പ് ഒരാൾ പറഞ്ഞ പോലെ ഇൻവേർട്ടറാണ് എന്നറിയില്ലേ, ഇൻട്രോവേർട്ടാണ് ഞാൻ. ഓക്കെ, പക്ഷേ നിർത്തികേടാണ്. ഇതിൽ നിന്ന് വല്ലതും കിട്ടട്ടെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പഠിച്ചവരെ ഇവിടെ വെറുതെ നടക്കുകയാണ് അല്ലേ? അപ്പോൾ തികച്ച് പഠിക്കാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ ഡിഗ്രിക്ക് പോയി, ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇന്നേക്കാൾ മാർക്കോട് കൂടി 10ാം ക്ലാസ് ഫുൾ A+ കൂടി 10ാം ക്ലാസ് പാസ്സായി. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ സ്കൂളിൽ എന്തുണ്ടായിരുന്നില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. +2 ഞങ്ങൾ അതേ സ്കൂളിൽ തന്നെയായിരുന്നു. അവന് 89-90% മാർക്കോട് കൂടി +2 ബയോളജി സയൻസ് പാസ്സായി. അവിടെയും വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവന് കിട്ടിയ കോളേജ് ശ്രീകൃഷ്ണപുരം, പാലക്കാട് ശ്രീകൃഷ്ണപുരം ഭാഗത്തുള്ള ഒരു കോളേജിലായിരുന്നു. കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അവൻ രാഷ്ട്രീയത്തിൽ സജീവമായി. എൻ്റെ അടുത്ത് വരുന്ന ഒരു നിയോജക മണ്ഡലത്തിലെ വൈസ് പ്രസിഡന്റൊക്കെ ആയിരുന്നു ആ സംഘടനയുടെ. നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് വരെയൊക്കെ. അവസാനം എന്ത് സംഭവിച്ചു? ഞാനും അവനും പഠിച്ചത് ഒരേ കോഴ്സാണ്. ഞാൻ പാസ്സായി, ഡിഗ്രി എടുത്തു പോകുന്നു. കാരണം എൻ്റെ കോളേജിൽ അത്ര ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് പഠിത്തത്തിന്റെ ഭാഗത്തായിരുന്നു പ്രധാന ശ്രദ്ധ. എന്ന് വിചാരിച്ച് ഞാൻ നല്ലോണം പഠിച്ച് മുഴുവൻ മാർക്കോട് കൂടി പാസ്സായിരുന്നല്ല കേട്ടോ. എന്തായാലും പാസ്സായി പോകുന്നു. ഇന്ത്യയിൽ ഡിഗ്രിയുടെ പേപ്പറുണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നത്. അവൻ്റെ കയ്യിൽ അതില്ല, ഇപ്പോഴും ഇല്ല. അവൻ 2020 ഞാനും അവനൊക്കെ ഡിഗ്രി കഴിഞ്ഞതാണ്. പക്ഷെ അവനിപ്പോഴും ഡിഗ്രി പാസ്സായിട്ടില്ല. ഇപ്പോൾ ഒരു പണിയില്ലാതെ നടക്കാനാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ വലിയ കോൺടാക്ട് ഇല്ലാത്തതുകൊണ്ട് കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ കുറച്ച് നാൾ മുമ്പ് വരെ പ്രത്യേകിച്ച് ഒരു പണിയില്ലാതെ നടക്കുകയായിരുന്നു. കാരണം ഞങ്ങളുടെ ഒരു കോമൺ ഫ്രണ്ടിനെ ഇടയ്ക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും പണി കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ രാഷ്ട്രീയം വിദ്യാർത്ഥികളെ നശിപ്പിക്കുകയാണ്. ഏത് കോളേജുകളിലെയും സ്കൂളുകളിലെയും രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്തും നിയമം കൊണ്ടുവരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്നോട് എല്ലാ അധ്യാപകരും പിന്തുണയ്ക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ, എൻ്റെ കാഴ്ചപ്പാടിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കാം. അത് വ്യക്തമായി കമൻറ്റിൽ രേഖപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയുന്ന കാര്യങ്ങളിൽ എനിക്ക് കുറച്ചുകൂടി സാറ്റിസ്ഫൈങ് ആയ ഉത്തരങ്ങൾ നിങ്ങൾ തരുന്നുണ്ടെങ്കിൽ മറ്റൊരു വീഡിയോ ഞാൻ ഇതേപ്പറ്റി വീണ്ടും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.